നിങ്ങളുടെ പ്രോബ്ലം ഡ്രെയിനേജോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ള ഉറവകളാണോ? അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, മാരിക്കോണിൻ്റെ പ്രീകാസ്റ്റഡ് ഡ്രെയിനേജസ്. പണ്ടൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് വിരിച്ച് കഴിയുമ്പം ഈ വീടിൻ്റെ സൈഡിലോട്ട് ടൈലിട്ട് കഴിഞ്ഞ് അതിൻ്റെ അഡ്ജസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പം എപ്പോഴും ഒരു ഡിപ്പ് പോലെ കോൺക്രീറ്റ് ചെയ്യും, ഈ വെള്ളം നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ. അപ്പോൾ എപ്പോഴും ഈ ഡിപ്പ് ഫില്ലാവുന്നോ അതോടെ ആ ഡ്രെയിനേജിൻ്റെ പരിപാടി അവിടെ തീർന്നു. പക്ഷേ പ്രീകാസ്റ്റഡ് ഡ്രെയിനേജസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നതോടെ നമുക്കും വളരെയധികം ഉപകാരമാണ്. കാരണം ആ വീടുകളിൽ എവിടെയൊക്കെ വെള്ളം വന്നാലോ ആ വെള്ളമെല്ലാം നമ്മുടെ ഡ്രെയിനേജിൻ്റെ അകത്തോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് ടോട്ടലി വേറൊരു സ്ഥലത്തോട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ഈസി ടു ക്ലീനുമാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രീകാസ്റ്റഡ് ഡ്രെയിനേജസ് നമ്മളൊരു എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുടക്കണ ഒരു പൈസ പോലും ഒരിടത്തും പോകണില്ല. കാരണം സിമെൻറ്റിന് വില കൂടുകയാണ്, കോൺക്രീറ്റിന് വില കൂടുകയാണ്, അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിന് ഗ്രാജുവലി വില കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോൾ ഒരു വീട് റെനോവേഷൻ വന്നാൽ പോലും എന്താണോ ആ ഡ്രെയിനേജ് അവിടെ ഇരിക്കുന്നു, ആ ഡ്രെയിനേജിനെ എടുത്തിട്ട് സൈഡിലോട്ടൊന്ന് ചാരി വെക്കുക. പിന്നെ നമുക്കൊരു 2 വർഷം അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ ഇത് അതേപടി എടുത്ത് തിരിച്ചു വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ മുടക്കണ പൈസ ഒരിടത്തും പോകണില്ല. നിങ്ങൾക്ക് ഡ്രെയിനേജ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാരിക്കോണിനെ സമീപിക്കുക. വി ആർ ഹിയർ ടു ഹെൽപ്പ്.